ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം 5:04 5:30 ആകുമ്പോൾ ക്യാബ് വരും. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോന്നു, മിഥുൻ്റെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇനിയിപ്പോൾ ചായകുടിയൊക്കെ കഴിഞ്ഞു, കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ കാണാം. ഞങ്ങളുടെ എയർപോർട്ടിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞു, വീട് കൂട്ടി. അപ്പോൾ ഞങ്ങളത് എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ വണ്ടി കയറുന്നു, ഇവിടെ നേരെ എയർപോർട്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഉള്ളിലേക്ക് കയറി. പിന്നെ ഞങ്ങൾ ഓൺലൈൻ ബോർഡിംഗ് പാസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കളക്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങൾ ലഗേജ് എല്ലാം കയറ്റി വിട്ടു. എന്നിട്ട് അവിടെ ഇമിഗ്രേഷൻ്റെ ഒരു ചെറിയ ഫോം ഫില്ലിംഗ് പരിപാടീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഗൈസ് ചെക്ക് ഇൻ ചെയ്തു. എല്ലാവരും ഇനി അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പോവാണ്. ഗൈസ് 10:10 ഫ്ലൈറ്റ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 40 മിനിറ്റ്സ് ഫ്ലൈറ്റ് ഡിലേ ആണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി വെയിറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് പോകുന്നത്. ഒന്ന് മിഥുൻ, ഈ ട്രിപ്പിൻ്റെ ഓർഗനൈസർ അഥവാ പരിപാടിയുടെ ഓർഗനൈസറായിട്ടുള്ള എവിടെ അവൻ മിഥുൻ മുരളി തൃപ്പൂണിത്തുറ RLV, ഇവനാണ് ട്രിപ്പിൻ്റെ ഓർഗനൈസർ. പിന്നെ അവൻ്റെ അമ്മ, മാമൻ, പിന്നെ നമ്മുടെ ഈ പരിപാടിയുടെ കോർഡിനേറ്റർ ആയിട്ടുള്ള പുള്ളിയുടെ പേരെന്തായിരുന്നു? റിജിൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അപ്പോൾ നമ്മൾ 5 പേരും കൂടിയിട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ സെറ്റ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇത്രയും പേരും കൂടിയിട്ടാണ് പ്രോഗ്രാമിന് പോകുന്നത്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഞങ്ങളുടെ ഗേറ്റ് 5 ആണ്. അപ്പോൾ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെയാണ് ഗൈസ്. അപ്പോൾ ബോർഡിങ്ങിനുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ ഞങ്ങളത് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അതാണ് ഫ്ലൈറ്റിൻ്റെ ബോൾ. മോനെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. ഫ്ലൈറ്റിൻ്റെ ഡോറെത്തി. The journey hassle-free and comfortable. Your cooperation with crew instructions helps us provide you a pleasant journey. Guys, ഫ്ലൈറ്റ് ഇങ്ങനെ മെല്ലെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ഉച്ചക്കിരുന്നോളം വിമാനാണ്. അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിൽ സ്റ്റോപ്പിലെത്താ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. സുനാപ്പി എന്തിട്ടേ? അയ്യോ കിട്ടിപ്പോയി. എക്സ്പീരിയൻസ് തന്നെയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണ എന്നെ രക്ഷിക്കണേ. സ്നാനം സ്നാനം സ്നാനം. നല്ല കട്ടറുണ്ട്. ഗൈസ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുറേ ഐലൻഡുകളൊക്കെ താഴെ കാണുന്നുണ്ടായിരുന്നു. മുകളിൽ ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി തന്നെയായിരുന്നു സംഭവം. നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ. ഞങ്ങളങ്ങനെ ഇവിടെ ലാൻഡ് ചെയ്തു. ശരിക്കും അവർ ഞങ്ങളെ പുകച്ച് പുറത്തേക്ക് അടിച്ചു. ഞങ്ങളതേ പുറത്തിറങ്ങി. അവിടെ നിന്ന് ഒരു ബസ്സിൽ കയറി നേരെ അവിടെ കൊണ്ട് ഇറക്കി. ഗൈസ്, ബിസിനസ് വിസ ആയതുകൊണ്ട് ഞങ്ങളുടെ പാസ്പോർട്ട് അവിടെ വാങ്ങി വെച്ചു. അപ്പോൾ പാസ്പോർട്ടിൽ ഇതാക്കിയതിന് ശേഷം അവർ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ ഞങ്ങളവിടെ ബാക്കിയിലാണ് അവിടെ ഗൈസ്. ലഗേജ് വന്നു. ബിസിനസ് ക്ലാസ് ആയതുകൊണ്ട് ഓരോരുത്തരായിട്ടാണ് വിളിച്ചത്. അപ്പം മാമൻ സാധനങ്ങൾ എടുത്ത് വെക്കുന്നു. ഇനി അവർ 3 പേരും കൂടി വരാനുണ്ട്. അവർ 3 പേർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഞങ്ങൾ. ഗൈസ്, അവർ വന്ന് ഞങ്ങളത് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. തൊട്ടടുത്തുള്ളൊരു ബോട്ട് ജെട്ടി അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ റിസോർട്ടിലേക്ക് വരുന്ന വേറെ ഒരു ടീമും കൂടി ഉണ്ട്. അപ്പോൾ അവരും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് വരും. അപ്പം കയറിയിട്ട് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോവാം. മാൽഡീവ്സ്. എന്തായാലും കൂൾ ഡ്രിങ്ക്സ്. ഞങ്ങൾ ബോട്ടിൽ കയറി. ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെ ഞങ്ങൾ നേരെ ഐലൻഡിലേക്ക് പോവാണ്. ചില്ലറ ദൂരമല്ല, ഏകദേശം 1/2 മണിക്കൂറോളം ട്രാവൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അത് നല്ല സ്പീഡിനാണ് പോകുന്നത്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ സിറ്റി എന്ന് പറയുന്നത്. കണ്ടോ,
അടിച്ച് കസറി പോവാ. അതേപോലെ തന്നെ ഇതൊക്കെ കണ്ടിട്ട് AC സെറ്റപ്പാന്നാണ് തോന്നണേ. സ്പ്രൈറ്റ് തന്നു ഫാൻ്റെ കൂടെ കുടിച്ചിട്ടിരിക്കുക. ഇവിടെ അരമണിക്കൂർ എയർപോർട്ടിൽ അരമണിക്കൂറിൻ്റെ ട്രാവൽ ഉണ്ടെന്ന് പറഞ്ഞു. എന്താവും പേടിച്ചിരിക്കുന്നു. ഞങ്ങളങ്ങനെ റിസോർട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഹോട്ടലിലേക്ക്. ഞങ്ങൾ ഇപ്പോൾ തന്നെ നല്ല ലേറ്റായി പോയി ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകാനുള്ള പ്ലാനാണ്.